നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I would like to thank Lord for this wonderful time He's given us. നമ്മൾ എഫേസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. So we were studying about the book of Ephesians. നമ്മൾ പൗലോസിന്റെ പ്രാർത്ഥനയെ പറ്റിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. In the past few days, we were meditating on the prayer of Paul. അവിടെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്ന ആ ഭാഗമെന്ന് പറയുന്നത് 16-17 വചനങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപരിക്കുന്ന വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So we were meditating on the prayer of Paul, which was listed in the verses 16, 17 and 18. Praise the Lord. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. So last week we were meditating on how the eyes of your understanding should be enlightened. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീക കാര്യങ്ങളെ പറ്റി ദൈവത്തിന്റെ ശക്തിയെ പറ്റിയൊക്കെ ഒരു സ്തോത്രം വ്യക്തമായ കാഴ്ചപ്പാട് നമ്മളിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. Only if your eyes are enlightened in the understanding of our Lord, we will be able to be spiritually more active. ദൈവം നമുക്ക് വേണ്ടി സകലതും മുന്നൊരുക്കി വെച്ചിരിക്കുകയാണ്. So God has already prepared for us all things beforehand. ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ടല്ല ഏദൻ തോട്ടവും അതിന്റെ മറ്റു കാര്യങ്ങളും സൃഷ്ടിച്ചത്. സകലത്തെയും ദൈവം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെയും അല്ലെങ്കിൽ ആദമിനെ ഹവ്വയും സൃഷ്ടിച്ചത്. So God created Adam and Eve after he had created everything for them, that is the Garden of Eden. He didn't create Adam and Eve first and then the Garden of Eden. ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. So in order to understand what God has prepared for us, our eyes of our understanding should be enlightened. ഇവിടെ പൗലോസ് പറയുന്നത് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദൈവം നമുക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് 3 കാര്യങ്ങൾ അറിയണമെന്ന് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. So Paul is praying that we should understand 3 things here. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ വിളിയാലുള്ള ആശ. 18-ാം വചനം നമ്മൾ അങ്ങനെ വായിക്കുന്നത്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. First one is the hope of his calling. എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മൾ തിരിച്ചറിയാൻ തക്കവണ്ണം ഇടയായിത്തീരണം. We should understand why we are called, and we do that when our eyes of understanding are being enlightened. ദൈവം നമ്മുടെ വിളിയെപ്പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം വിളിച്ചതെന്ന് ചോദിച്ചാൽ 1 പത്രോസ് 2:9 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1 Peter 2:9 ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും അത്രേ എന്നാണ് പത്രോസ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. So in order to understand why we are called, it is mentioned in 1 Peter chapter 2 verses 9 that you are a chosen generation, a royal priesthood, a holy nation, his own special people, that you may proclaim the praises of him who called you out of darkness into his marvelous light. അപ്പം നമ്മളെ വിളിച്ചതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്, അഥവാ സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം. So the most important thing of why we are called is to proclaim the praises of him or to spread the gospel. അവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പൊ നമ്മള് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അന്ധകാരത്തിലായിരുന്നു, ഇപ്പൊ നമ്മള് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. So before we got the salvation, we were in darkness, and once we accepted Jesus and got salvation, we are in his marvelous light.
ഇപ്പോ നമ്മൾ അന്ധകാരത്തിലല്ല, പോരാട്ടത്തിലല്ല ആയിരിക്കുന്നത്, പിശാചിന്റെ ബന്ധനങ്ങളിലല്ല ആയിരിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലാണ് ആയിരിക്കുന്നത്. So we are no longer in the strongholds of the devil or in darkness, but we are in Jesus Christ. ഹല്ലേലൂയ. അപ്പോ നമുക്ക് നമ്മുടെ മേൽ ഇനി പിശാചിന് ഒരു ആധിപത്യങ്ങളും ഇല്ല, ഒരു അവകാശങ്ങളും ഇല്ലാതെ ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും സ്വതന്ത്രരാക്കിയിരിക്കുകയാണെന്നുള്ള ബോധ്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. So believers should understand that we are no longer in the strongholds of the devil or in darkness, but we are in Jesus. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം കൂടെ പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. So it says, if we study the book of Colossians, we can get a more understanding about this. It says in Colossians chapter 1, verses 13, he has delivered us from the power of darkness and conveyed us into the kingdom of the Son of his love, giving thanks to the Father. അവിടെ പറയുന്നത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഹി ഹാസ് ഡെലിവേർഡ് us ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. നമ്മളെ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം വിടുവിക്കുമെന്നുള്ള ഫ്യൂച്ചറിലല്ല പറഞ്ഞിരിക്കുന്ന, വിടുവിച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അഥവാ ദൈവരാജ്യത്തിൽ, അതാ നമ്മൾ മുമ്പേ വായിച്ചത്, അത്ഭുത പ്രകാശത്തിൽ നമ്മളെ ഇപ്പോ ആക്കി വെച്ചിരിക്കുകയാണ്. So it says in this verse that he has delivered us from the power of darkness and conveyed us in the kingdom of his Son. So we read that we are in the kingdom of God now. Praise the Lord. അപ്പോ ദൈവം നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇരുട്ടിന്, പിശാചിന് ഇനി നിങ്ങളുടെ മേൽ ഒരു അവകാശവുമില്ല. രോഗബന്ധനങ്ങൾക്ക് നിങ്ങളുടെ മേൽ അവകാശമില്ല. ഒരു പാരമ്പര്യ ശക്തികൾക്കോ ശാപങ്ങൾക്കോ നിങ്ങളുടെ മേൽ അധികാരമില്ല. അത് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ തുടങ്ങണം, അത് പ്രഖ്യാപിക്കണം. നമ്മുടെ നാവ് കൊണ്ട് അത് സംസാരിക്കണം. സ്തോത്രം. അപ്പോഴാണ് വിടുതലുകൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. So we should understand that there is no power of darkness over us, no authority of the devil over us, no traditional curses or anything will follow us, no health issues or anything will follow us, for we are in the marvelous light of Jesus Christ. നമ്മളിവിടെ 1 പത്രോസ് 2:9 വായിച്ചത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണെന്നാണ് ബൈബിളിൽ പറയുന്നത്. So it says in the Bible in 1 Peter 2 verses 9 that we are a chosen generation, that to proclaim the praises of him who called us out of this darkness. നമ്മൾ അവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. So God is desiring that we should proclaim his praises. നിങ്ങൾ എത്ര പേര് ദൈവത്തിന്റെ സുവിശേഷം, യേശുവിന്റെ ഈ സത്യസുവിശേഷം പറയാറുണ്ട്? How many of you do spread the gospel? നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ സ്തോത്രം അയൽക്കാരോട്, അല്ലെങ്കിൽ സ്തോത്രം കൂട്ടുകാരോട്, കൂടെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോടൊക്കെ എത്ര പേര് ഈ സുവിശേഷം പറയാറുണ്ട്? How many of you spread the gospel to your neighbors, to your colleagues, to your friends? യേശുവിന്റെ സ്നേഹത്തെ പറ്റി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം. We must speak about the love of Jesus to other people around us. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. That is why we are chosen. പൗലോസ് പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. So Paul is telling that I'm not ashamed of the gospel. ഇത് വിശ്വസിക്കുന്നവ ഏവർക്കും സ്തോത്രം ദൈവത്തിന്റെ ശക്തിയാണ്. ആദ്യം യഹൂദനും പിന്നെ യവനനും ഇത് ദൈവത്തിന്റെ ശക്തി എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. It is the power of God to those who believe. ഹല്ലേലൂയ. അപ്പോ സുവിശേഷം പറയുന്നെങ്കിൽ പ്രശംസിക്കാൻ ഒന്നുമില്ലെന്നാ പൗലോസ് പറയുന്നത്. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ് പൗലോസ്, വോണ്ട് മീ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. So if you say the gospel, it's nothing to boast about, but if you didn't say, it is a shame. Paul says it is a woe unto me. Praise the Lord. അപ്പോ യേശുവിന്റെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട്, സത്യസുവിശേഷം മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. So we are called to proclaim the true gospel to others. കർത്താവ് പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്,
അവൻ കൊയ്ത്തു വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആമേൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയപ്പാൻ അപേക്ഷിപ്പീനെന്ന് ആമേൻ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. It says in Luke chapter 10 verses 2 that the harvest is plenty but the laborers are few. Let us pray to the Lord of the harvest to send out the laborers into the ആമേൻ. harvest. അവിടെ 1-ാം വചനത്തിൽ വായിക്കുന്നത് അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു താൻ ചെല്ലാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ച് അവരോട് പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. So we were reading about what is mentioned in the first verse, that God appointed 70 people and sent them 2 by 2 before his face into every city. ആമേൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ നിങ്ങളെ അയക്കുകയാണ്. And Jesus is telling them that I'm sending you as lambs among the wolves. ആമേൻ. പക്ഷേ നമ്മള് ആമേൻ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ സൗമ്യതയുമുള്ളവരാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. And Jesus also taught us that we should be having the brain of a snake and then we should be peaceful as a dove. ആമേൻ സ്തോത്രം. അവിടെ കർത്താവ് പറഞ്ഞ അടുത്ത വചനം ഇങ്ങനെയാണ്, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത് ആമേൻ സ്തോത്രം എന്ന് ദൈവം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Then Jesus is teaching them, carry neither money or any sandals and greet no one along the road. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് തുണി എടുക്കരുതെന്നാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം ദൈവം അവിടെ കരുതുമെന്നാണ് ആമേൻ സ്തോത്രം കർത്താവ് അരുളി ചെയ്തതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. So the spiritual meaning here is you should not be worried about what you need, for God will already provide for you. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നാളെ എന്തായി തീരും, ആരെനിക്ക് വേണ്ടി കരുതും, ആരും എന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുമെന്നുള്ള വലിയ ഭാരമാണ്. പക്ഷേ കർത്താവിന്റെ ഈ സുവിശേഷം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സത്യവചനവുമായിട്ട് ഇറങ്ങിയവരെ ആരെയും ദൈവം ലജ്ജിപ്പിക്കുവാൻ ഇടവരുത്തിയിട്ടില്ല. So many people who want to go for the gospel or who want to do the evangelism are concerned about themselves and their children, but those who've taken the gospel, God has never put them to shame. He has always cared for them. ആമേൻ സ്തോത്രം. എന്നിട്ട് കർത്താവ് പഠിപ്പിച്ച അടുത്ത കാര്യം, ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ആ വീടിന് സമാധാനം എന്ന് പറവീൻ എന്ന് കർത്താവ് പറഞ്ഞു. Then Jesus is telling that if you go to a house, tell them peace be unto you, or peace to എന്ന് the പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിൽ സമാധാനം ഇല്ലാത്തൊരു കുടുംബമാണെങ്കിൽ അവൻ നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം, ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ സുവിശേഷത്തെ അല്ലെങ്കിൽ ഈ സമാധാനത്തെ സ്വീകരിക്കാൻ ഹൃദയമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് ആ ദൈവിക സമാധാനം ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. So if you're going to a family where there is no peace, the peace of God which is inside you, and if one person in that family who is ready to accept that peace of God, in that family the peace of God will remain. ആമേൻ സ്തോത്രം. കർത്താവ് പറഞ്ഞ അടുത്ത കാര്യം, ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രൻ ഇല്ലെങ്കിൽ ആ സമാധാനം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്ന് വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നാണ്, പോരുമെന്നാണ് കർത്താവ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. And Jesus is also teaching them, if nobody is accepting the peace of God, it will again return back to us. ആമേൻ. എന്നിട്ട് പറയുകയാണ്, അടുത്ത വചനത്തിൽ പറയുകയാണ്, അവർ തരുന്നത് തിന്നും ആമേൻ സ്തോത്രം കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ എന്ന് കർത്താവ് പഠിപ്പിച്ചു. And then it says that remain in the same house, eating and drinking such things as they give. ആമേൻ. അവിടെ പറയുന്ന ഒരു പദം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുക. And remain in the same house, eating and drinking such things as they give. ആമേൻ. ഒരു സുവിശേഷ വേലക്കാരന് അപ്പോൾ ഡിമാൻഡ് വെക്കുവാൻ പാടില്ല, ഞാൻ ഇന്നതേ കുടിക്കൂ, ഇന്നതേ കഴിക്കൂ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് ഇന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്താലേ ഞാൻ പ്രസംഗിക്കാൻ വരത്തുള്ളൂ. അങ്ങനെ ഒരു ഡിമാൻഡും അവൻ സുവിശേഷ വേലക്കാരൻ വെക്കുവാൻ പാടില്ല. ആ ഭവനക്കാർ എന്തു തരുന്നുവോ അത് തിന്നും കുടിച്ചുകൊണ്ട് അവിടെ തന്നെ പാർക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. So an evangelist should not demand that I will only eat this thing or I will only drink that thing, but whatever is given by that house, he should eat or drink. ആമേൻ. ഇന്ന് ആമേൻ സ്തോത്രം ഈ സന്ധ്യയിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളെ ഒരുപക്ഷെ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത് എന്താണോ ആ സാഹചര്യങ്ങളിൽ നമ്മൾ പരിപൂർണമായിട്ടും തൃപ്തിയുള്ളവരായിട്ടിരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
So those who are hearing this, and tomorrow you might be an evangelist, and what is offered in front of you, you must be able to be suitable to that circumstance, whatever it may be. ആമേൻ സ്തോത്രം. അപ്പൊ നാം ഒരു ഡിമാൻഡും, ഞാൻ ഇത്ര പൈസ തന്നാലേ പ്രസംഗിക്കത്തുള്ളൂ, ഇന്ന ഹോട്ടലിൽ താമസം ഒരുക്കിയാലേ ഞാൻ വരുത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം, അങ്ങനെ ഒരു ഡിമാൻഡും വെക്കുവാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. So there is nothing written in the word of God. It says that one person should demand that I need this or I need that in order to spread the gospel. ആമേൻ. അടുത്തതായിട്ട് പറയാണ്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു കാര്യം, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ. Whatever city you enter and they receive you, eat such things that are set before you. ആമേൻ ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, കർത്താവ് പറയുകയാണ്, അതിലെ രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കണം, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയണമെന്ന് കർത്താവ് പറഞ്ഞു. And Jesus is telling them, heal the sick there and say to them, the kingdom of God has come near to you. അവൻ അടുത്തായിട്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അവൻ അതിന്റെ തെരുക്കളിൽ പോയി, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്കായി കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്കും ആ നാളിൽ സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. And it says from 10th verse that whatever city you enter and they do not receive you, go out into its streets and say, the very dust of your city which clings to us, we wipe off against you. Nevertheless, this, that the kingdom of God has come near you. But I say to you, it will be more tolerable in that day for Sodom than for that city. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാള് ഒരു പട്ടണം സുവിശേഷം അംഗീകരിച്ചില്ലെങ്കിൽ ആമേൻ സ്തോത്രം, അവർക്കുണ്ടാകാൻ പോകുന്ന ന്യായവിധി എന്ന് പറയുന്നത് അതിഭയാനകമായിരിക്കുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചതിന്റെ കാര്യം. കാരണം ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്കും ആമേൻ സ്തോത്രം, അല്ലെ സോരിനും ആമേൻ സ്തോത്രം, സോദോമ്യരേക്കാൾ എന്ന് പറഞ്ഞാൽ സോദോമിൽ ദൈവത്തിന്റെ ഗന്ധകമിറങ്ങി ആ പട്ടണത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അതിനേക്കാൾ ആമേൻ സ്തോത്രം ഭയാനകമായിരിക്കും ന്യായവിധി എന്നാണ് കർത്താവ് പഠിപ്പിച്ചതിന്റെ കാര്യം. അപ്പൊ സുവിശേഷത്തിന് എത്ര പ്രാധാന്യമുണ്ടെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം. So we should understand that gospel has a great importance, because if a city is not receiving the word of God or the gospel, in the day of judgment, the judgment which is going to come to that city will be unbearable, and it will be more fearful, and it will be worse than Sodom, where the judgment of fire took place. ആമേൻ ഹല്ലേലൂയ. 16-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. കണ്ടോ? ആമേൻ. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ച ദൈവത്തെ അല്ലെങ്കിൽ പിതാവിനെ തള്ളുന്നു എന്നാണ് യേശു പഠിപ്പിച്ചത്. In the 16th verse, Jesus says, he who hears you hears me, he who rejects you rejects me, and he who rejects me rejects him who sent me. ആമേൻ. അപ്പോ നമ്മുടെ വാക്കൊരാൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ ഒരാൾ തള്ളിക്കളയുന്നെങ്കിൽ അത് ആമേൻ യേശു ക്രിസ്തുവിനെയാണ് തള്ളിക്കളയുന്നത്. നമ്മുടെ വാക്ക് സ്വീകരിക്കുന്നെങ്കിൽ ആ വ്യക്തി യേശു ക്രിസ്തുവിനെയാണ് സ്വീകരിക്കുന്നത്. അവൻ യേശുവിനെ തള്ളിക്കളയുന്നവൻ അവൻ പിതാവിനെയാണ് തള്ളിക്കളയുന്നത്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഒരാൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ അതിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. Our duty is to spread the gospel. If somebody is not listening, let us not be disappointed, because if they are not listening, they're forsaking Jesus, and in turn they're forsaking God the Father. ആമേൻ. ആ 70 ആളുകൾ ബൈബിൾ പറയുന്നത് സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് അവർ പറഞ്ഞത്, കർത്താവേ, നിന്റെ നാമത്തിൽ ആമേൻ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Then the next verse we read that the 70 people returned with joy and said to the Lord, even the demons are subject to us in your name. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന്. So Jesus is telling, I saw Satan fall like lightning from heaven. കണ്ടോ? അവർക്ക് അധികാരത്തെ കൊടുത്താണ് കർത്താവ് അയച്ചത്. അവൻ 9-ാം അധ്യായം ലൂക്കോസ് സുവിശേഷം 9:1 നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, 12 വരെ അടുക്കൽ വിളിച്ച് അവർക്ക് സകല ഭൂതങ്ങളുടെ മേലും സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു എന്ന് നമ്മൾ അവിടെ 9:1 വായിക്കുന്നുണ്ട്.
So we read in Luke chapter 9, verses 1 that he called his 12 disciples and gave them power and authority over all demons and to cure diseases. അപ്പോൾ ദൈവം നമുക്ക് സകല ഏതെങ്കിലും ചില ഭൂതങ്ങളുടെ മേലല്ല, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ, അപ്പം അവിടെ സകല വ്യാധികളെ എന്നുകൂടെ നമുക്ക് വേണേൽ ചേർത്ത് വായിക്കാം. സകല വ്യാധികളെ സൗഖ്യമാക്കുവാനും ശക്തിയും അധികാരവും ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. So God has given us the power and authority over all demons, not specific demons, all demons, and to cure all diseases. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവിടെ നമ്മൾ അടുത്ത വചനത്തെ അത് വായിക്കുന്നുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും, ശകല ബലമല്ല സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇവയൊന്നും ഒരു നാളും ദോഷം വരുത്തുകയില്ല. ഇവയൊന്നും ഒരു നാൾ ഒരു പോരാട്ടവും നമുക്ക് തിരിച്ചടിക്കത്തില്ല. അങ്ങനെയൊക്കെ നമ്മളെ ആളുകൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പോരാട്ടവും, ഒരു ദേശാധിപതി ശക്തിയും, ഒരു പൈശാചിക സ്തോത്രം കോട്ടകളും നമുക്ക് ഹല്ലേലൂയ ദോഷം വരുത്തുവാൻ കഴിയത്തില്ല. കാരണം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തവനാണ്. ജയോത്സവം കൊണ്ടാടിയ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. So in the 19th verse, it says that Jesus is telling, I have given you authority to trample on serpents and scorpions and over all the power of the enemy, and nothing shall by any means hurt you, because Jesus has broke the head of Satan in the cross of Calvary and gained victory over it. അവൻ ഇവിടെ ഈ 70 ആളുകൾ പോയി സുവിശേഷം പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. യേശു ആത്മകണ്ണാൽ കാണുകയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത്. അവൻ യേശു കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So Jesus saw that Satan fall like lightning from heaven. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സുവിശേഷവുമായി കടന്നു പോകുമ്പോൾ ദൈവമക്കളെ, ദൈവത്തിന്റെ ശക്തി അലിക്കുന്ന പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. So when we go out to preach the gospel, many times we don't understand the power of God. ആമേൻ. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം പറയാൻ പോകാതെ എങ്ങനെ ദൈവത്തിന്റെ ശക്തി ചലിക്കും? അതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. So what we need to understand is, if we don't go out with gospel, how will the power of God work? ആമേൻ, സ്തോത്രം. നിങ്ങൾ സുവിശേഷവുമായിട്ടൊന്ന് കടന്നു പോകാൻ തുടങ്ങുക. ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കാതെ, ആമേൻ, സ്തോത്രം, നിങ്ങൾ ബൈബിൾ മുഴുവൻ പഠിച്ചു നോക്കിക്കേ. നിയോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവന്റെ മേലല്ല ദൈവശക്തി ചലിച്ചത്. അവൻ വിശ്വാസത്താൽ സ്റ്റെപ്പ് വയ്ക്കുന്നവന്റെ മേലാണ് ദൈവ നിയോഗം വെളിപ്പെട്ടതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. So you don't need to wait for an appointed time, but by faith, if you step out, the power of God will work towards you as you spread the gospel. നമുക്കറിയാം, പൗലോസ് അവൻ ദൈവ നിയോഗം വരുത്തുന്ന പറഞ്ഞ് കാത്തിരുന്ന വ്യക്തിയല്ല. അവൻ ആസിയയിൽ വചനം പ്രസംഗിക്കാൻ പോയി. ഹോളി സ്പിരിറ്റ് പറഞ്ഞു നോ, ഇവിടെ ആസിയയിൽ പ്രസംഗിക്കരുത്. ബിഥുന്യക്ക് പോയി നോ പറഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോകും, അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെക്കദോനിയക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട് ആ കോളിങ് തന്റെ മേൽ വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആ യൂറോപ്പിന്റെ മേൽ ഒരു വലിയ വാതിൽ ദൈവം തുറന്നു കൊടുക്കുക. അപ്പം എവിടെങ്കിലും ഒന്ന് നിയോഗം വന്നിട്ട് പോകാന്നല്ല, പലയിടത്തും പോകാൻ ശ്രമിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നോ പറഞ്ഞിട്ട് അവസാനം പരിശുദ്ധാത്മാവ് അവന് ദർശനം കാണിക്കുകയാണ്, അല്ലെങ്കിൽ സ്വപ്നം കാണിക്കുകയാണ്. മെക്കദോനിയക്കാരനായ ഒരു പുരുഷൻ നിന്നുകൊണ്ട് യൂറോപ്പിലെ ആദ്യത്തെ സഭ അവിടെ സ്ഥാപിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. So we see that Paul was trying to go to different places and preach the gospel, but Holy Spirit was stopping him from going to such places. And on one day, he seeing a dream that a Macedonian man is coming and asking him to preach the gospel, and that is how he's going to Europe to preach the gospel there. ആമേൻ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നിങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം, ഹല്ലേലൂയ, സത്യസുവിശേഷം നമ്മൾ അറിഞ്ഞ് രക്ഷ മറ്റുള്ളവരോട് പറയണം. ദൈവമക്കളെ, The gospel what we have heard, we must share it to others, children of God. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ഈ സുവിശേഷം ഞങ്ങളുടെ വാർഡിലെ എല്ലാ വ്യക്തികളുടെയും എല്ലാവരുടെയും വീട്ടിൽ പോയി ബൈബിളും ട്രാക്റ്റുകളും വിതരണം ചെയ്ത് ഞങ്ങളാൽ കഴിയുന്നിടത്തോളം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് എല്ലാവരോടും പറഞ്ഞു. When Pastor and his family came to Christ, they went to every ward in their city, in their household, and they spread the gospel. They gave Bibles and tracts. By the grace of God. ആളുകൾ കേസ് കൊടുത്തു. So some people filed a case against them while they did so. ഞങ്ങളെ വിളിപ്പിച്ചു. പോലീസുകാർ വീട്ടിൽ വന്ന് പോലീസിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിച്ചു.
So the police had called pastor and his family. എസ് ഐ ഓഫീസിൽ വിളിപ്പിച്ചു, CI ഓഫീസിൽ വിളിപ്പിച്ചു, ഡിവൈഎസ്പിയുടെ ഓഫീസിൽ വിളിപ്പിച്ചു. പക്ഷെ ഇവരോടെല്ലാം വന്ന പോലീസുകാരോടും എളുപ്പമല്ലേ പറയാം, ഞങ്ങൾ സാറേ ഇതാ പറഞ്ഞതെന്ന് പറഞ്ഞ സുവിശേഷമാണ് അവരോടും പറയുന്നത്, ഞങ്ങളുടെ സാക്ഷ്യമാണ് പറയുന്നത്. അപ്പോ ഈ CI ഓഫീസിലും ചെന്നപ്പോ അവിടെയും ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹത്തോടും ഈ സുവിശേഷം പറഞ്ഞ് അവസാനം അദ്ദേഹം എഴുന്നേറ്റ് കൈ തന്നിട്ടാണ് ഞങ്ങളെ സ്തോത്രം അവിടെ നിന്ന് സ്തോത്രം പറഞ്ഞു വിട്ടത്. നിങ്ങളുടെ ജോലിയാണെന്ന് അറിയാം, സമാധാനത്തോടെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു കേസ് ഞങ്ങളുടെ പേരിൽ എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. കാരണം സുവിശേഷം ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. So pastor had to go to the sub-inspector's office and then the circle inspector's office, and about 1.5 hours they had a chat. And then what happened was, like, the circle inspector, he got convinced and he said, please do it peacefully, and he shook hands with pastor. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദേശത്ത് അനേകര് സ്തോത്രം ദൈവത്തെ അറിയുവാൻ ഹല്ലേലൂയ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ആ ദേശത്ത് ഒരു സുവിശേഷ പ്രവർത്തനവും നടന്നിട്ടില്ലാത്ത ദേശത്ത് ഒരു സഭ ഉയരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. So the gospel spread like fire in that city, and there was not even a Christian church, and now there is a church there, and the church is increasing now. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ നമ്മൾ വായി തുറന്ന് ദൈവത്തിന്റെ സുവിശേഷം പറയാൻ കടന്നു പോകുമ്പോഴാണ് ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത്. When we go outside to speak the word of God, the power of God starts working there. ആമേൻ. യേശു ക്രിസ്തു സുവിശേഷം പറയുന്നതിന് നല്ലൊരു മാതൃക നമ്മുടെ മുമ്പിൽ കാണിച്ചു പോയിട്ടുണ്ട്. So Jesus gave us a good example of how he spread the gospel. എങ്ങനെ സുവിശേഷം പറയണമെന്ന് യേശു നല്ലൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. He had showed us a good example of how we should preach the gospel. ആമേൻ. നമുക്കറിയാം, ആമേൻ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തു ശമരിയയിൽ കൂടെ കടന്നു പോകുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. So we can see in John chapter 4 verses 7 about Jesus going to Samaria. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിന് 4-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്ന യേശു ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നാണ് വായിക്കുന്നത്. In the 4th verse it says, but he needed to go through Samaria. അവിടെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യന്മാര് ഭക്ഷണം കൈക്കൊള്ളാനായിട്ട് പട്ടണത്തിലേക്ക് പോകുന്നു. So his disciples are going to the city to get some food. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ, യാക്കോബിന്റെ ഉറവിനരികെ ഇരിക്കുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ആയിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. So in the 6th verse we read that Jesus was wearied from his journey, he was tired, and he sat by the well. It was about the 6th hour. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി വരികയാണ്. So a woman from Samaria is coming there to draw water from the well. ആമേൻ. അവൾ വന്ന ഉടനെ കർത്താവ് നീ രക്ഷിക്കപ്പെടണമെന്നോ സ്നാനപ്പെടണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ആദ്യമായിട്ട് യേശു അവളോട് സംസാരിച്ചു തുടങ്ങിയാണ്. ആദ്യം സംസാരിക്കുന്നത് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാമോ എന്ന് യേശു ചോദിക്കുകയാണ്. So here Jesus is not asking her to get baptized or accept him, but he's just asking her, give me a drink. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്തായിട്ട് പറയുന്നത് അവൾ ചോദിക്കുകയാണ്, അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ്, യഹൂദനായ നീ ശമരിയക്കാരിയായ അല്ലെങ്കിൽ സ്തോത്രം ശമരിയക്കാരത്തിയ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കം ഇല്ലാതിരുന്നു എന്ന് ബൈബിളിൽ പറയുകയാണ്. So now the woman is asking Jesus, how is it that you being a Jew asking me a Samaritan for a drink? Because Jews and Samaritans had no dealings. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ യേശു ചോദിക്കുകയാണ് അവളോട്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് യേശു അവിടെ പറയുകയാണ്. So Jesus is answering and telling her, if you knew the gift of God and who it is who says to you, give me a drink, you would have asked him and he would have given you the living water. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ അവള് യേശുവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനൻ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം ആമേൻ നിനക്ക് എവിടെ നിന്നെന്ന് അവൾ തിരിച്ചു ചോദിക്കുകയാണ്.
Now, woman is asking Jesus, you have nothing to draw water with, and the well is deep. Where will you get the living water? ആമേൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശു അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അവൾ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ അവളെ കുറിച്ചൊരു പ്രവചനം ദൈവം യേശു പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. അവളുടെ ഹൃദയ രഹസ്യങ്ങളെ സ്വർഗം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മശിഹ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. So now Jesus is asking her to bring her husband, and she says, I have no husband. And then Jesus prophesies and tells, you have 5 husbands, and the one you're living is not your husband. And then Jesus is bringing out the hidden secrets inside this woman and revealing to her that he is the Messiah. ആമേൻ. ആ സ്ത്രീ, ആമേൻ, ഹല്ലേലൂയ, പാത്രം, ആമേൻ, വെള്ളം കോരാൻ, എന്തോ അത്യാവശ്യ കാര്യത്തിന് വെള്ളം കോരാൻ വേണ്ടി വന്ന ആ സ്ത്രീ പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ പോയി സകല മനുഷ്യരെയും വിളിച്ചു കൊണ്ടുവരികയാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കും. We can see that the woman left her water pot there, and she went out into her city and called many people to tell the testimony and to tell about Jesus. ആമേൻ. അവിടെ ഒത്തിരി ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So here we can see a lot of spiritual testimonies and spiritual things here. ആമേൻ. ഇവിടെ ഈ സ്ത്രീ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു പശ്ചാത്തലത്തിൽ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ പോയി, ഞാൻ ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞ 6മതൊരു ഭർത്താവ് അല്ലാത്ത ഒരു വ്യക്തിയോട് കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ അവൻ വരുത്തില്ല. അവൻ പക്ഷേ ഇവളോട് സംസാരിച്ചതിനിടയിൽ ഇവിടെ മേലൊരു വലിയ ഇമ്പാർട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിച്ചിട്ടു. അതുകൊണ്ടാണ് പറഞ്ഞ അവിടെ ആ പട്ടണത്തിലെ മുഴുജനങ്ങളും, അല്ലെങ്കിൽ ആ പട്ടണത്തിൽ അനേകർ വന്ന് യേശുവിനെ കാണാൻ വേണ്ടി അവിടെ കൂടി വരുന്നതായിട്ട് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കും. In the current context, if a woman comes and talks about to others, telling that she has seen God, nobody would believe. But we see that when she was talking to Jesus, the power of God and impartation was happened to her. And this, when she went and spoke to them, many people believed and they came out with her to see Jesus. Praise the Lord. Hallelujah. ആമേൻ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളും സുവിശേഷം പറയുമ്പോൾ യേശു കാണിച്ച മാതൃകയിലാണ് സുവിശേഷം പറയേണ്ടത്. Here Jesus is teaching us a good example of how we should preach the gospel. നമ്മൾ ഒരാളോട് ചാടി കയറി യേശുവിനെ സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു രീതി അല്ല നമ്മൾ സ്വീകരിക്കുന്നത്. ദൈവ പരിജ്ഞാനത്തോടെ അവരുടെ ഹൃദയത്തിൽ ഒരു ഇടം നേടിയതിന് ശേഷം, സ്തോത്രം, നല്ല നമ്മളിലുള്ള, ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം നമ്മളിലുള്ള നല്ല പ്രവൃത്തിയാണ് അവർ കാണേണ്ടത്, നല്ല സ്വഭാവത്തെയാണ് അവർ കാണേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഈ സത്യസുവിശേഷം അവരോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത്. So when we preach gospel to others, we must not suddenly ask them to accept Jesus, but we should have a good relationship with them, and they should see the good works inside us, whether it is our colleague or neighbor or anybody, and then by that we should preach the gospel to them. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനം എടുക്കുക. ഞാൻ അറിഞ്ഞ ഈ സത്യം മറ്റുള്ളവരോട്, ഞാൻ ഈ സുവിശേഷം ഞാൻ ഈ മറ്റുള്ളവരോട് പറയുമെന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തൊരു സമർപ്പണത്തോടെ, സ്തോത്രം, നിങ്ങൾ ഇന്ന് മുതൽ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയാൽ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. If you take a decision that I will start preaching the gospel to the people around us, the power of God will start working inside you. ആമേൻ. ഇവിടെ രണ്ടാമതായിട്ട് പൗലോസ് പറയുന്നത്, ഒന്ന്, വിളിയാലുള്ള ആശയം നിങ്ങൾ തിരിച്ചറിയണം. 2, ആമേൻ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അതാണ്. Ephesians 11, Pastor. അതെ. Okay, so the first one here is the hope of his 18. calling. 18. Yeah. The first one here is the hope of his calling. And രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. And the second one is that you understand the riches of the glory of his inheritance in the saints. ആമേൻ. അപ്പോ ആമേൻ, നമ്മൾക്ക് ഇനി ലഭിക്കാൻ പോകുന്ന നിത്യതയിൽ വിശുദ്ധന്മാരോടൊപ്പം ലഭിക്കാൻ പോകുന്ന അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഇനി എന്നാ കിട്ടാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. So Paul is asking us to understand what we are going to get, what we are going to inherit
like the saints. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ് പൗലോസ് പറഞ്ഞത്. So it says that for to me to live is Christ, and at the pastor 1 verses idalle 1 verses 21, for to me to live is Christ and to die is gain. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ജഡത്തിൽ 22, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പൗലോസ് പറയുകയാണ്. But verse 22 says, but if I live on in the flesh, this will mean fruit from my labor, yet what shall I choose? I cannot tell. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറില്ലേ, ഒരു വ്യക്തി മരിക്കുമ്പോൾ ദൈവം, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞൊക്കെ വ്യക്തികൾ മരിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാ എന്ന് നമ്മൾ ഒരുപാട് ചോദ്യം ചോദിക്കാറില്ലേ. അപ്പോ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല, അവരെ മേൽത്തരമായ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റുന്ന അനുഭവമാണ് മരണം എന്ന് പറയുന്നത്. So sometimes when a person, when he is young and when he dies, we feel sorry, why did he die so young? But for God, it is not an end, but it is just a starting to a glorious beginning. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ, സ്തോത്രം, നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻ കർത്താവോട് ചോദിക്കുന്നത്, കർത്താവെ അവർ നല്ലവണ്ണം ജീവിച്ചവരാണല്ലോ, എന്താ പിന്നെ അവരെ വിളിച്ചത്, ആമേൻ, സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മരണം എന്ന് പറഞ്ഞാൽ അതൊരു അവസാനമല്ല. ഹല്ലേലൂയ. അവരുടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ് ആമേൻ, സ്തോത്രം, മരണം എന്ന് പറയുന്നത്. So for these people who die young, it is just, or who die, it is just an experience of rest for them, and it is not an end of anything. അതിന്റെ ഒറിജിനൽ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുറമുഖത്തു നിന്ന് ഒരു കപ്പൽ മറ്റൊരു തുറമുഖത്തിലേക്ക് പോകുന്ന പോലത്തെ ആ മീനിങ്ങിലാണ് മരണത്തെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നത്. So Bible is teaching us that death is like a boat which is starting from one shore and going to another shore. ഞങ്ങളുടെ ഭവനത്തിൽ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം 4 പേർ മരിച്ചു. ആ 4 പേരും വളരെ നന്നായിട്ട് ദൈവസന്നിധിയിൽ ജീവിച്ച എൻ്റെ ഒരു അമ്മയുടെ ഇളയ സഹോദരി മരിച്ചു. സ്തോത്രം, ദൈവസന്നിധിയിൽ വളരെ നന്നായി വിശുദ്ധിയോടെ അനേകരോട് സുവിശേഷം പറഞ്ഞ, ഒരു പ്രാർത്ഥന പോലും മുടക്കാത്ത, അനേകർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അവരെ സ്തോത്രം, ഹല്ലേലൂയ, ആ ആന്റിയെ കർത്താവ് വളരെ നേരത്തെ വിളിച്ചു. ഒത്തിരി ക്വസ്റ്റ്യനുകൾ ഉണ്ടായി, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, നമുക്കൊത്തിരി ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും, പക്ഷേ ദൈവം സ്തോത്രം, ഹല്ലേലൂയ, തന്റെ സന്നിധിയിലേക്ക്, അവരുടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഹല്ലേലൂയ. അപ്പം ഇവിടെ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഏത് തെരഞ്ഞെടുക്കേണ്ടെന്ന് ഞാൻ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ജഡത്തിൽ ഞാൻ ജീവിക്കുമ്പോ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ജഡത്തിലായിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഫലം വരുമെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പൗലോസിന് കൺഫ്യൂഷൻ ഉണ്ടാകുകയാണ്. So in this verse in Philippians chapter 1 verses 21 and 22 till verses 24, here Paul is in a confusion about what to choose, whether to die or to remain in flesh, because if he's remaining in flesh, he will spread more gospel, and if he is dying, then he is having a time to be with Christ. Amen. Praise the Lord. Hallelujah. അപ്പോൾ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാൻ തക്കവണ്ണം, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം സ്തോത്രം, മറ്റ് ജാതികളെ പോലെ മരണാനന്തര ജീവിതത്തെ പറ്റി പ്രത്യാശയില്ലാത്തവരാകരുത് എന്ന് പൗലോസ് പഠിപ്പിക്കാനുള്ള കാരണം അതാണ്. So we should have a hope after death, and we should not be like the other people in the world about how they see death. We should have a great hope about what we are going to achieve after death. കാരണം യേശു ക്രിസ്തു മരിച്ചിട്ട് ആരും അറിയാതെ സ്വർഗാരോഹണം ചെയ്തു പോയൊരു വ്യക്തിയല്ല. മരിച്ചിട്ട് 500-ലധികം സഹോദരന്മാർക്ക് ഹല്ലേലൂയ, വേണമെങ്കിൽ ഒരു വാക്കെടുത്ത് 1 കൊരിന്ത്യർ ലേഖനം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 Corinthians 15 വേഴ്സ് 3, 3-ാം വചനം തൊട്ട് വായിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 എന്നിങ്ങനെ
പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷരായി. മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കും, ചിലരോ നിദ്ര പ്രാപിച്ചു. അനന്തരം അവൻ യാക്കോബിന് പ്രത്യക്ഷനായി, അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. അവൻ എല്ലാവർക്കും ഇടയിൽ അകാല പ്രജയായിട്ടുള്ള എനിക്കും പ്രത്യക്ഷനായി. അപ്പോ എത്ര പേർക്കാ കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്? 500 ചില്ലുവാനും അനേകം ആളുകൾക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. So in the Bible, we read that Jesus, after his death, when he resurrected, he appeared to more than 500 people. And these people are listed in verses 1 to 8. And finally, it says that he was seen by me also, that is by Paul, if I'm correct. So it says that Jesus, even though after his death, he didn't remain hidden, but he appeared to people. ആമേൻ, ഹല്ലേലൂയ. 500-ലധികം ആളുകൾക്ക് അവൻ ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. He appeared unto them together when they were together and not individually. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഞാൻ പറഞ്ഞത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടാകണം. We should have a hope about the life after death. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അപ്പോ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന നമ്മളും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നല്ലൊരു പുനരുദ്ധാനം നമുക്ക് ലഭിക്കുവാൻ അവൻ തക്കവണ്ണം ഇടയായിത്തീരും. So Jesus Christ, he resurrected from the death, and those who believe in him will also have that resurrection. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടൊപ്പം ആയിരിക്കും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അവൻ പറയുകയാണ്. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളാണ്. എല്ലാം വായിക്കേണ്ട. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറയുന്നത്, അവൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അവൻ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് ദൈവവചനം തരുന്ന ഉറപ്പെന്ന് പറയുന്നത്. So the word of God is giving us the hope that in 1 Thessalonians 4 verses 16 and 17, when the Lord will ascend from heaven with a shout, then we who are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and the dead in Christ will rise first. അവൻ ഇനി നമ്മള് മനസ്സിലാക്കേണ്ടത്, അവൻ പൗലോസ് തന്നെ പറയുകയാണ്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും, നിത്യതയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെ കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. So the word of God is teaching us that we should be mindful of what we are going to receive in the kingdom of God. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 16 മുതൽ വചനങ്ങൾ താപ്പോട്ട് വായിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നതായി അവൻ കാണിച്ചു തന്നു. അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ. അങ്ങനെ താപ്പോട്ട് വായിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ 18-ാം വചനമൊക്കെ, മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. ഹല്ലേലൂയ. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം, 5-ാമത്തേത് നഖവർണി, 6-ാമത്തേത് ചുവപ്പുകല്ല്, 7-ാമത്തേത് പീതരത്നം, 8-ാമത്തേത് ഗോമതകം, 9-ാമത്തേത് പുഷ്യരാഗം, 10-ാമത്തേത് വൈഢൂര്യം, 11-ാമത്തേത് പത്മരാഗം, 12-ാമത്തേത് സുഗന്ധരത്നം. അപ്പൊ 12 രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച സ്വച്ഛ സ്ഫടിക തങ്കതുല്യമായ തിരുവീതികൾ. ഇന്ന് കർത്താവിന് വേണ്ടി ഒറ്റവാക്കിൽ പറഞ്ഞാൽ, എന്തെങ്കിലും നിങ്ങൾ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, നമ്മൾ നടക്കാൻ പോകുന്ന പാത പോലും സ്വച്ഛ സ്ഫടിക തങ്കത്തിന് തുല്യമായ തിരുവീതികളിൽ കൂടെയാണ്. നമ്മൾ ഒന്നുമല്ല. നമ്മൾ പാരമ്പര്യം വിട്ടതോ, കുടുംബ മഹിമകൾ വിട്ടതോ, ശ്രേഷ്ഠതകൾ വിട്ടതോ, ഹല്ലേലൂയ, ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.
So tonight we must understand that what we have rejected for Christ is nothing, because what we read in Revelation chapter 21 here, when John is taken by the Spirit of God and being shown about the New Jerusalem, and in verse 19 we read that the walls of the city were adorned with all precious stones, which is mentioned in verse 20. ആമേൻ, ഹല്ലേലൂയ. അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത്, ഹല്ലേലൂയ, അവന്റെ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. Here, Paul is praying the third thing, that is, that we should understand the exceeding greatness of his power towards us who believe. ആമേൻ. അവിടെ പറയുന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. Here, Paul is praying that we understand the exceeding greatness of his power towards us who believe. നമ്മൾ വായിച്ചു വരുമ്പം അവൻ ആ ക്രിസ്തു ആരെന്നുള്ള കാര്യം 21, 22, 23 വചനങ്ങളിൽ ആ ക്രിസ്തു ആരാണെന്ന്, ഇന്ന് അവന്റെ പൊസിഷൻ എന്താണെന്നുള്ള കാര്യത്തെ പറ്റി പൗലോസ് അവിടെ പറയുകയാണ്. So in verses 21 to 23 we read about who Christ is and what his position is. ആമേൻ. അവിടെ പറയുന്നത്, സ്വർഗത്തിൽ തന്റെ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വതും അവന്റെ കാൽ കീഴാക്കി വെച്ചു. സർവ്വത്തിനും മീതെ അവനെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. So from verses 20 to 23 we read that which he worked in Christ when he raised him from the dead and seated him at his right hand in heavenly places, far above all principality and power and might and dominion, every name that is named, not only in this age but also in that which is to come. And he's put all things under his feet and gave him to be head over all things to the church. അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ലോകത്തിലും സർവ്വതും അവന്റെ കാൽ കീഴാക്കി. ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ് സകലതും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, അത് യേശുവിന്റെ കാൽ കീഴിലാ. അല്ലെങ്കിൽ ആ പ്രതികൂലങ്ങളുണ്ട്, സകല പൈശാചിക ശക്തികളും ഇപ്പോ യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ് ഉള്ളത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചേ, അങ്ങനെ അവൻ ക്രിസ്തുവിലും, വാക്യം 20, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്റെ വലതുഭാഗത്ത് സകല അധികാരത്തിനും സകല കർത്തൃത്വങ്ങൾക്കും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സർവ്വത്തിനും മീതെ അധികാരിയാക്കി, അത്യന്തം മീതെ വിളിക്കപ്പെടുന്ന ഏതു നാമത്തിനും ഏറ്റവും മീതെ ദൈവത്തെ, യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഇപ്പോൾ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവനിൽ വ്യാപരിക്കുന്ന ആ അവൻ വിശ്വസിക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങളൊന്ന് തിരിച്ചറിയണം ഇന്ന് രാത്രിയിൽ. This night we must understand the exceeding greatness of his power towards us who believe in him, and whatever problems we face is everything under the feet of Jesus, because he is given all authority above all principality, power, might and dominion, because he is seated at the right hand in heaven. ആമേൻ, സ്തോത്രം. ഈ പൗലോസിന് ഈ ഭാഷയൊക്കെ പറയുവാൻ ഭാഷയുടെ ഒരുപാട് പരിമിതികളുണ്ട്. ആമേൻ. പൗലോസ് പറയുന്ന ഈ അത്യന്ത ശക്തി, ആമേൻ, ഈ ശക്തിക്ക്, ദൈവശക്തിക്ക് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പദത്തിന്റെ അർത്ഥം, ആമേൻ, പദം എന്ന് പറയുന്നത് ഡുനാമിസ് എന്ന് പറയുന്ന ഒരു പദമാണ്. ഡുനാമിസ്. ഇവിടെ അത്യന്ത ശക്തി എന്ന് പറയുമ്പോൾ മെഗാ ഡുനാമിസ്. അതിനപ്പുറത്തൊരു പദം പറയാനില്ല പൗലോസിന്. അത് ലോകത്തിലെ മറ്റേതു ശക്തിയെക്കാളും വലിയ ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിയായി ഇപ്പൊ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. So God's power is called dunamis in Greek, and exceeding greatness or exceeding power is called mega dunamis in Greek. So this
power is given unto us now in Jesus Christ. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിക്കട്ടെ, പ്രപഞ്ചത്തെ ഒറ്റ വാക്കിൽ വിളിച്ചു വരുത്തിയവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. So Jesus called the whole universe with one word. ആമേൻ, അവന്റെ ശക്തിയാണ് ഇപ്പൊ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. It is his power which is working inside us. ആമേൻ, അവന്റെ പുനരുദ്ധാന ശക്തിയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. So it is his power of resurrection which is given unto us. കല്ലറയെ പൊട്ടിച്ച, റോമൻ ഇമ്പീരിയൽ മുദ്രയെ തകർത്ത, ഒരിക്കലും ഉയർക്കത്തില്ലെന്ന് ചിന്തിച്ച മേഖലകളിൽ അവന്റെ മർത്യ ശരീരത്തെ ഉയർപ്പിച്ച ശക്തിയാണ് നമ്മുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. So the power which has conquered the grave, which has conquered the Roman imperial seal, and it is that power which is working inside us. ഇന്ന് രാത്രിയിൽ ഏതൊക്കെ പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് എതിരായിട്ട് നിന്നാലും നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ, ബൈബിൾ പറയുന്നു, ആ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് രാത്രിയിൽ നിങ്ങൾ അറിയേണ്ടതിനായിട്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. So whatever you're facing through, just believe that the exceeding power, if you believe in him, the exceeding greatness of his power will work inside you. And Paul is praying for that in this verse. അവൻ ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പൗലോസിന്റെ നിഴൽ തട്ടുമ്പോ രോഗികൾ സൗഖ്യമായത്. When this exceeding power started to work in Paul, when his shadow fell among the people, they started to be cured, healed. ആമേൻ, ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുന്ദരം എന്ന് പറയുന്ന ദൈവാലയ ഗോപുരത്തിന് മുമ്പിൽ ഇരുന്ന മുടന്തനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിച്ചത്. So it is this power which made the lame to walk in the temple, which was called Beautiful. ആമേൻ, വളരെ ആമേൻ പ്രക്ഷുബ്ധമായ സമയത്ത് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകാന്ന് യേശു ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. കാറ്റ് അടങ്ങി, കടല് ശാന്തമായി. കാരണം ആ ശക്തിയാണ് ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. So it is this power which calmed the sea and the wind, and it is this power which is inside us tonight. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം, പൈശാചിക ശക്തികൾ അലറി ആമേൻ സ്തോത്രം വിളിക്കുന്ന ആമേൻ സ്തോത്രം, നമുക്കറിയാം വെളിച്ചപ്പാടുത്തി സ്ത്രീയുടെ ആമേൻ സ്തോത്രം ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞ് പലതവണ പുകഴ്ത്തിയ സമയത്ത് ആമേൻ സ്തോത്രം അവളിലുള്ള ഭൂതത്തോട് തിരിഞ്ഞ് നസ്രനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോക എന്ന് കൽപ്പിച്ചപ്പോൾ പൈശാചിക ശക്തികൾ അലറി മാറിയ അതേ നാമത്തിന്റെ ശക്തിയാണ് ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മറന്നു പോകരുത്. We must not forget that it is the name of God who has cast away the demon inside that girl, which helped Paul to cast away the demon. It is that same power which is working inside us this time. മരിച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്ത് വെച്ച് അവൻ നാറ്റം വെച്ചു തുടങ്ങിയ ആന്തര അവയവങ്ങളൊക്കെ അവൻ സ്തോത്രം ഹല്ലേലൂയ പഴുത്തു തുടങ്ങിയ, രക്തം മുഴുവൻ ആമസ്തോത്രം പഴുത്ത് അല്ലെങ്കിൽ ആമസ്തോത്രം പഴുപ്പായി മാറിയ, കണ്ണുകളൊക്കെ ഒരുപക്ഷെ തൽസ്ഥാനത്ത് നിന്ന് മാറിപ്പോയ, അവൻ വികൃതക്കോലമായി പോയ, ഷേപ്പില്ലാതെ പോയ ബോഡിയെ യേശു പറയുക, ലാസറേ പുറത്തു വരിക എന്ന് ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോ അവൻ ജീവനുള്ളവനായി പുറത്തു വന്ന അതേ നാമത്തിന്റെ പുനരുദ്ധാന ശക്തിയാണ് ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. It is that power which is working when Jesus asked Lazarus to come out, when his body was dead and decomposed for 4 days. When he proclaimed that, this exceeding power made Lazarus to come out as a living man, and that exceeding power is inside us tonight. Amen. Praise the Lord. ഇന്ന് രാത്രിയിൽ ആ ശക്തി വിശ്വസിക്കുന്നവരുടെ മേലാണ് വ്യാപരിക്കുന്നത്. This power is inside those who believe. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവൻ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചേ. Let us pray and tell that we believe in this power. We accept this power inside us. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ മേലേക്ക് ഒരു ദൈവശക്തി വ്യാപരിക്കാൻ വേണ്ടി പോകുകയാണ്. If you accept and if you believe and pray for this power, the power of God is going to come inside you. എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കണം, ഞങ്ങളുടെ മേൽ ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. We must pray with a belief that this power will start working inside us tonight. നമ്മൾ ഇവിടെ കേട്ട വചനം പോലെ ദൈവശക്തി നമ്മുടെ മേൽ ഇന്ന് രാത്രിയിൽ ചലിക്കണം. As we have read and studied, this power of God should start working inside us.
ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാ. നിന്റെ അതിവേഗമോടുന്ന വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ അകത്തും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവൻ ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പിതാവെ പ്രാർത്ഥിക്കുകയാ. അവൻ അങ്ങയുടെ അളവറ്റ ശക്തിയുടെ വലിപ്പം, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഓരോ കുടുംബങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. ലീഡ്സ് പട്ടണത്തിന്റെ മേൽ ആ ദൈവശക്തി വെളിപ്പെടട്ടെ. സ്കാർബറോയുടെ മേൽ, ഹാരോഗേറ്റിന്റെ മേൽ, വേക്ക്ഫീൽഡിന്റെ മേൽ, യോർക്കിന്റെ മേൽ കർത്താവേ ഹല്ലേലൂയ വെളിപ്പെടുന്ന ദൈവകൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി ശരീരങ്ങളെ വിട്ട് അഴിഞ്ഞു മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. റിബാമ ഷുഗോലിയ റഗൽ ഘടകസി. ഇന്ന് രാത്രിയിൽ ദൈവശക്തി ചലിക്കട്ടെ. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ശരീരങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ബലങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറുന്ന ദൈവ കൃപകൾക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാ. ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സഭയുടെ മേൽ ഒരു ദൈവശക്തി ചലിക്കുന്ന ദൈവ കൃപകൾക്കായി സ്തോത്രം. അത്ഭുത രോഗസൗഖ്യങ്ങളായി, വിടുതലുകളായി കുടുംബങ്ങളുടെ മേൽ, സഭയിലെ എല്ലാ കുടുംബങ്ങളുടെ മേലും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രാപിച്ച് അഭിഷേകത്തെ റിസീവ് ചെയ്ത് അത്യന്ത ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുകയാ. പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുകയാ. അവൻ കല്ലറയെ പൊട്ടിച്ചവന്റെ അവൻ ഹല്ലേലൂയ അവൻ രാത്രിയിൽ ചലിക്കുകയാ. കടലെ കാറ്റേ അടങ്ങുക, കടലെ ശബ്ദമാകുക എന്ന് പറഞ്ഞവന്റെ അവൻ നിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചുയരുന്ന തിരമാലകളെ ഇന്ന് രാത്രിയിൽ യേശു ശാസിക്കുന്ന രാത്രിയാ. അവൻ അവൻ തിരമാലകളെ അവൻ ശാസിക്കുക, കാറ്റിന്റെ കോപത്തെ അവൻ ശാസിക്കുകയാ. അവൻ സ്തോത്രം ഹല്ലേലൂയ. ചിലതൊക്കെ ഇന്ന് രാത്രിയിൽ കെട്ടഴിഞ്ഞു പോകുന്നത് എന്റെ ആത്മാവിൽ എനിക്ക് കാണാം. ചില ങ്ങൾ ഇന്ന് രാത്രിയിൽ തകർന്നു മാറുന്ന ദൈവശക്തിയായി ഹല്ലേലൂയ എല്ലാവരുടെ മേലും വെളിപ്പെട്ടു വരുന്ന ദൈവ കൃപകൾക്കായി ഞങ്ങൾ തൊടുന്ന ദൈവ കൃപകൾ, അഭിഷേകത്തിന്റെ അത്യന്ത വെളിപ്പെട്ടു വരുന്ന ദൈവ കൃപകൾക്കായി നിങ്ങളെ അങ്ങ് നിറച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കേൾക്കും. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ.